ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റോഷ്മി ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് 1 കിലോ ബോൺലെസ് ചിക്കൻ ചെറുതായി ക്യൂബ്സ് കട്ടാക്കിയിട്ടെടുത്തതാണിത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ ആറിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് കടലമാവ്, 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കണം, എന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുരുമുളകൊന്നും ചേർക്കാത്തത് കൊണ്ട് പച്ചമുളക് നല്ല എരിവുള്ള തന്നെ ചേർക്കണം. വൈറ്റ് പെപ്പർ ചേർക്കുന്നുണ്ട്, അതിന് എരിവ് കുറവാണ്. വൈറ്റ് പെപ്പർ 1 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 മുട്ടയുടെ വെള്ളയും എഗ് വൈറ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. പിന്നെ വെളുത്തുള്ളി, മോസറല്ല ചീസ് എന്നിവയൊക്കെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി 3 അല്ലി ഇങ്ങനെ ക്രഷ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ കുഴച്ചെടുത്ത് റെഡിയാക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. മോസറല്ല ചീസ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നേരെ ഇതിൽ നിന്ന് വരാത്തത് കൊണ്ട് ഇങ്ങനെ ചേർക്കുന്നത്. അങ്ങനെ മോസറല്ല ചീസ് 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലപോലെ കുഴച്ച് 1/4 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. അപ്പോൾ നല്ലപോലെ ചിക്കനിലൊക്കെ മസാലകൾ പിടിച്ച് കിട്ടും. നല്ലപോലെ കുഴച്ച് റെഡിയാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത്, നല്ലോണം എണ്ണ ചേർത്ത് പൊരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് എണ്ണ ചേർത്ത് പൊരിച്ചെടുത്താൽ മതി. ചെറിയ മീഡിയം ഫ്ലെയിം തീയാക്കി പൊരിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതാ ഒരു പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല 2 ഭാഗം നല്ലപോലെ മുരിച്ചെടുത്ത് തയ്യാറാക്കാം. അങ്ങനെ എല്ലാം നല്ലപോലെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗം നല്ലപോലെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് മറ്റേ ഭാഗവും പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതേപോലെ എല്ലാം പൊരിച്ചെടുത്ത് റെഡിയാക്കിയാൽ മതി. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാ ഇതും ഇതുപോലെ റെഡിയാക്കി തയ്യാറാകുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ റോഷ്മി ചിക്കൻ നല്ലപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നെറ്റ് ഇങ്ങനെ ട്രേയിലേക്ക് മാറ്റാം. ഈ നെറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ഉപകാരമാണ്. ഇങ്ങനെ അപ്പൊക്കെ ഇടാനും സ്റ്റീമാക്കി വെക്കാനൊക്കെ നല്ല പറ്റിയ ഒരു നെറ്റാണിത്. അങ്ങനെ എല്ലാം ഇതിലേക്ക് മാറ്റിയെടുത്ത് നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി സോസും കൂട്ടി നല്ലപോലെ കഴിക്കാം. സോസ് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.